പിന്നെ ശിവ. ഹലോ, അപ്പൊ വീണ്ടും വെൽക്കം ബാക്ക് ടു സദാശിവ വ്ലോഗ്സ്. ഒരുമിച്ച് ഹലോ വെച്ചില്ലേ? വെള്ളം കുടിക്കുന്ന ഷോർട്സ് എടുത്തു. അതുപോലെ അതിന് കറക്റ്റ് സിങ്ക് ആണ് സിങ്ക്. പക്ഷെ ഇപ്പൊ കുറെ നാളായി ഞങ്ങളുടെ ഒരു വീഡിയോ വന്നിട്ട് അതെല്ലാവരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അടിച്ച് പിരിഞ്ചോ എന്നുവെച്ചാല് ഇവനും വേറെ യൂട്യൂബ് ചാനലുണ്ട്, എനിക്കും വേറെ യൂട്യൂബ് ചാനൽ. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഷൂട്ടില്ലാതെ ഇപ്പം വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുമിച്ചിടാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരുമിച്ചുള്ള സാധനങ്ങളാണ് സദാശിവൻ ഇടുന്നത്. ബിക്കോസ് ഈ സദാശിവ സാർ. എന്റെ ചാനലിന്റെ പേര് ഹർഷൂസ് ഹെവൻ ബൈ ഗിരീഷ് ഗംഗാധരൻ. എന്റേത് ബിബിൻ ബെന്നി വ്ളോഗ്, ബിബിൻ ബെന്നി വ്ളോഗ്. അതാണ് ഞങ്ങളുടെ രണ്ടിൻ്റെ. അപ്പം ഇത് ഞങ്ങൾ ഒരുമിച്ചുള്ള ലൊക്കേഷനിലാണ്. നമ്മൾ ട്രിവാൻഡ്രത്താണ്, നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ചെറിയൊരു പരിപാടി ചെയ്യാൻ പോവാണ്. ഞങ്ങളിന്ന് ചിക്കൻ വാങ്ങിക്കാൻ പോകുന്നു. എന്തിനു വേണ്ടി? കറി വയ്ക്കാൻ. ഇന്ന് രാത്രിയിലെ ഫുഡ് നമ്മൾ സ്വന്തമായി പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാനുള്ള ഒരു പരിപാടിയാണ്. നാളെ ഷൂട്ടുണ്ട്, റിസ്ക് എടുക്കണം. റിസ്ക് ആണ്, എന്നാലും നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മേടിക്കാൻ പോകണം. ചിക്കനും കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകണം. കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ, ചെറിയ മസാല ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി കുറച്ച് ഈ സവാള അങ്ങനത്തെ തുടങ്ങിയ സവാള, തക്കാളി, ഇഞ്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറയുമ്പോ എല്ലാം ഉണ്ടല്ലോ, എല്ലാം മേടിക്കണല്ലേ, കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ പോയി ചിക്കൻ മേടിച്ച് സെറ്റപ്പ് ആക്കട്ടെ, വരാം. അപ്പൊ ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ വണ്ടിയൊക്കെ കയറി ഇരുന്നു. പയ്യൻ കൂടെ പോണം. ഭയങ്കര ഇട്ടാണല്ലോ. ശരിയാണല്ലോ, ലൈറ്റ് ഇട്ടിട്ടൊന്നും കാണത്തില്ലല്ലോ. നോക്ക്, തിരികെ. ഓ മൈ ഗോഡ്, വെയിലടിക്കാതിരിക്കാൻ പറ്റുന്ന. അങ്ങനെ ഞങ്ങളിത് ഇവിടെ പൂജപ്പുരത്തിനുള്ള ഡെൽഫ്രോസിൽ ചിക്കൻ മേടിക്കാൻ തോന്നുന്നുണ്ട്. സുഗുണ ഫുഡ്സ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ചിക്കൻ അധികം വൃത്തിയാക്കണ്ട, നല്ല ചിക്കൻ കിട്ടും. ഇവിടെ നല്ല ഫ്രഷ് ചിക്കനാണ്, നേരത്തെ മേടിച്ചിട്ടുണ്ട്. അവർ കട്ട് ചെയ്ത് തരും. ഓക്കെ, പഠിക്കാം. പച്ചക്കറി മേടിക്കാൻ പോവുകയാണ് ഗൈസ്. ഓ ഭയങ്കര പച്ചക്കറിയല്ലേ എന്ന് വെച്ചാൽ 2 തക്കാളി, ഒരു സവാളയൊക്കെ മേടിക്കുന്നതിനാണ്. കുഞ്ഞു കട. എടാ സവാള 2 തരം, 3 തരം. അത് അതല്ല പറഞ്ഞത്, അത് ചുവന്നുള്ളി, ഇന്നും സവാള, അത് സവാള. വലിയ പണിയില്ലല്ലേ. പക്ഷേ ചുവന്നുള്ളിയുടെയും സവാളയും കൂടെ സംഗമമാണ്. ചെറുതാണോ അല്ല, വലുതാണോ അതുമല്ല. ആ നമ്മളല്ലേ ഉള്ളത്. ഉള്ളി 2 പീപ്പിൾസ്. കൊച്ചുള്ളി 2 കിലോ, തക്കാളി 2.5 കിലോ. 2.5 കിലോ 100. കുഴപ്പമില്ല. അപ്പോൾ തൊടാത്തോടെ സാധനങ്ങളൊന്നും മേടിക്കട്ടെ. പച്ചക്കറി മേടിച്ചു. എല്ലാം കൂടെ ഒരുപാട് സാധനം ഉണ്ടല്ലേ, കാണിച്ചില്ല? അല്ല, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഉള്ളതല്ലേ. ഒട്ടുമുക്കാൽ സാധനങ്ങളും പൊടി ഐറ്റംസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പച്ചമുളക്, തക്കാളി, സവാള. അയ്യോ തുറക്കല്ലേ, ഞാൻ കൂട്ടി വെക്കുക. പിന്നെ ഒരു മല്ലിപ്പൊടിയും മേടിച്ചു. പിന്നെ എന്നാ ഉള്ളേ? അത്ര മതി. ബാക്കി നമ്മുടെ ഉണ്ടല്ലോ, എണ്ണ ഉണ്ടല്ലോ അല്ലേ. എണ്ണയുണ്ട്, മസാല ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. 5 വെളുത്തുള്ളി പേസ്റ്റാ. പിന്നെല്ലാണ്ട് ഇനി ചങ്കൂറ്റും കൂടെ. ഇനി അംഗം കുറിക്കാം. അല്ല, അംഗം കുറിച്ചില്ലേ, ഇനി തുടങ്ങിയല്ലോ, തുടങ്ങാം. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവാം. സവാള കിരികിരി. അങ്ങനെ നമ്മള് പൊടി ഐറ്റംസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഗരം മസാല, ഇത് ചിക്കൻ മസാല, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇനി ഉപ്പൊക്കെ എടുത്തിട്ടില്ല, അതൊക്കെ ആ സമയത്ത് ഉണ്ടാവില്ലേ. ഉപ്പടുത്ത പാത്രത്തിൽ കണ്ടല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സവാള,
തക്കാളി, പച്ചമുളക്, പച്ചമുളക്, ഇഞ്ചി പച്ചമുളക്, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ട്. ഒന്നും പറയാം, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുരുമുളക് പൊടിയും അതിന്റെ ആവശ്യമില്ല. അരി എന്നൊക്കെ വളരെ സിമ്പിളാണ്. കാണിച്ചിട്ട് കറക്റ്റ് വീഡിയോ എടുക്കാൻ വരുന്നതിന് മുമ്പ് അവൻ സവാള അരിഞ്ഞു പോയി. അല്ല, തൊലി പൊളിച്ചു പോയി. ഇത് കത്തിക്ക് മൂർച്ചിലല്ലാതെ നോക്കുമ്പോ തിരിച്ചു പിടിച്ചിട്ട് തൊലി പൊളിക്കുക. എടാ 3 വേണോ ഇനി? വേണോ? 3 മതിയില്ലേ? മതി മതി. അടുത്ത തക്കാളി എന്താടാ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൊന്നും വേണ്ട. എടാ ഒന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. അതിനകത്തില്ല, ഒന്നുകൂടെ ഇട്ടു. തക്കാളി തക്കാളി സവാള ഗിരി എന്ന് പറയുമ്പോൾ ഇപ്പൊ കറക്റ്റ് എടുക്കായിരുന്നില്ലേ? നീ ഇന്നുണ്ട് സവാള സവാള ഗിരി. ചോപ്പറിലേക്ക് ഇത്ര ഇടാൻ പറ്റും. അല്ല, കൊറേ സവാളയും തക്കാളി ഉള്ളതുകൊണ്ടേ നമുക്ക് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായോണ്ട് ലോക്കുണ്ട്. ഇത് അൺലോക്ക് ചെയ്തിട്ട് ഏയ് ഇതിങ്ങനൊന്നല്ലടാ. നീ ഒരു കാര്യം ചെയ്തേ, നീ അതെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടേ അതെ നിനക്ക് അരിഞ്ഞത് അതെടുത്ത് ആകെ 5 തക്കാളി അല്ല ആദ്യ സവാള അല്ലേ ഉള്ളൂ, അത് നമുക്ക് അരിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് മറ്റേ നീളത്തിലുള്ള ഇങ്ങനെ അരിഞ്ഞാൽ മതി. ഇതിപ്പോ ചിക്കൻ കറിക്കുള്ള സവാള എന്തോടിയടാ ഇത് മതിയാവുന്ന തോന്നുന്നല്ലേ? പിന്നെ മതിരാ, ഒരു കുഞ്ഞു സവാളല്ലേ ഉള്ളൂ. പിന്നെ തക്കാളി എടാ ആകെ 2 തക്കാളി ഉള്ളൂ. അല്ല നീ ഈ തക്കാളിന് എന്താ ചെയ്തെന്ന് പറഞ്ഞേ? ഇത് ഞാൻ തന്നത് ആ അത്ര തന്നെ സൈസ് ഉണ്ട്. യെസ് മതി. ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ തക്കാളി ചമ്മന്തിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കട്ടോ. എന്താടാ അത്? പച്ചമുളക് കഴുകാം. അങ്ങനെ പച്ചമുളക് എന്തോടാ ഇത്? പച്ചമുളക് എന്നാ ഇപ്പൊ ചെയ്തേ? കഴുകിയതാ? വെള്ളം ഒഴിച്ചിട്ട് കമത്തി കളയുന്നതാടാ കഴുക്ക്. ശരിക്കും തേച്ചരച്ച് കഴുകടാ. ആ ഒത്തിരി കഴിയണ്ട, കയ്യിൽ പുകയും. പച്ചമുളക് അരിയാണ്. എന്തോടാ പച്ചമുളകിനെ തഴുകി വിടുന്നു. ഞങ്ങൾ ഇതെങ്ങനെ തിന്നുമെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. കൊടുക്കണ്ട നീ നോക്കിക്കോ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വിശ്വാസം അതാണോ ഈ കണ്ടത്? ഇത് മറ്റേ മുഖാണല്ലോ. അത് ഇത് തന്നെയാ ഇച്ചിരി അസുഖം വന്നത്. ലിവർ സിറോസിസ് വന്ന പച്ചമുളകാ.
അത് കീറി കീറി ഇട്ടാ മതി. നമ്മുടെ പച്ചം അത് വേണ്ട, ബാക്കിയുള്ള നമ്മൾ കാണിച്ചു. ഞാൻ ഇരിഞ്ഞ് കാണിച്ചാടാ. പൊട്ട അപ്പുറത്ത് എടാ ചട്ടി ചൂടായി നോക്ക്. പോരാ, കുറച്ചുകൂടി. അതിന് മാത്രോളം ഉണ്ടോടാ? ഈ പാത്രത്തിൽ നടുക്കൊക്കെ പൊക്കിയിരിക്കുന്നതാ. നടുക്കൊക്കെ പൊക്കിയിരിക്കുന്നു. അപ്പൊ നമ്മള് സവാള ഇടുക. സവാള ഒന്ന് വഴറ്റിയതിനു ശേഷം അല്ലല്ല സവാള വഴറ്റാൻ വേണ്ടിട്ട് ഉപ്പ് ഇടണം. ശരി, കുറച്ച് ഉപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാ നീ തുറന്നിട്ട് കുറച്ച് ഉപ്പിട്ടേ. അതായത് ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള ഒന്ന് വഴറ്റി കിട്ടും, പെട്ടെന്ന് വഴറ്റിയിട്ടുണ്ട്. അത്ര ഉപ്പ് മതി, അത്ര ഉപ്പ് മതി. അപ്പൊ നമ്മള് സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവാള ചുവന്ന കളറായി കഴിഞ്ഞാൽ, ചുവന്നല്ല, ഒരു ബ്രൗൺ 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 യെസ്. ഈ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ നേരെ തക്കാളി ഇടണം. എന്നിട്ട് സമയം ഉപ്പിട്ട് വഴച്ചാ പെട്ടെന്ന് അല്ലല്ല അല്ല, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഉപ്പ് ഇത് നിങ്ങള് എന്റെ കൂടെ നിൽക്കുമോ അത് ഇവന്റെ കൂടെ നിൽക്കുവാന്ന് നിങ്ങൾ ഈ കമന്റിലൊന്ന് പറയണം. ഉപ്പിട്ട് സവാള വഴറ്റുമ്പോ ഉപ്പിട്ട് മുകളിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴറ്റോ വഴലോ അതോ ഇല്ലയോ? അങ്ങനെ തക്കാളി അതിടണം. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതൊരു കാര്യം ചെയ്യ്, നീ ഞാൻ കമന്ന് കിടക്കേന്റെ മേത്ത്. എന്തിയാടാ നിന്റെ ചോപ്പറിലരിഞ്ഞ തക്കാളി അങ്ങോട്ട് ഇതായില്ലേ, അരിഞ്ഞില്ലേ? അവന്റെ ചോപ്പർ അയ്യോ അല്ല, ആകെ രണ്ട് മൂന്ന് സവാളയും രണ്ട് തക്കാളിയും തരുന്നത്. അതങ്ങനെ അതില് ചേർന്നിട്ട് അതുപോലും ഇനി കറിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനത് തരില്ല. ഇനി നമ്മള് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് അല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മതി അധികം വേണ്ട. ഇഞ്ചിയില്ല കടക്കട ഗ്യാസ് നമുക്ക് വരില്ല. ഇപ്പൊ നമ്മളിത് തക്കാളി ഇട്ടു, സവാള ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇനി നമ്മള് പച്ചമുളക് ഇടാൻ പോകുന്നു. എന്തോ ഒരു അല്ല മണം മസാല ഇതെപ്പോഴും
പച്ചമുളക് മതിയോ? മതി മതി. അതെ, നിങ്ങൾ ആര് തെറ്റിദ്ധരിക്കും? ദിസ് ഈസ് അവർ വേ ഓഫ് ചിക്കൻ കറി. ഞങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഈ റെസിപ്പി നമ്മൾ സത്യം പറഞ്ഞ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഞങ്ങൾ കോർപ്പറേറ്റ് അടിക്കേ. ഇനി പൊടി ഐറ്റംസ് ഇടാനുള്ള സമയമായി. ആദ്യം തന്നെ നമ്മള് മഞ്ഞപ്പൊടി. മഞ്ഞളാ മുളകല്ലേ അതിട്ടുണ്ട്? മഞ്ഞമുളക്. ആ ഇട്ടോ 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 ഇട്ടോ. ഓ, നമ്മുടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചിക്കൻ കറി ആണല്ലോ അല്ലേ? പിന്നെ മുളക് പൊടി. ആ മഞ്ഞപ്പൊടി കൂടെ തൂത്തുവാരിയാണ്ട് ഇട്. മുളക് പൊടി മതി. പിന്നെ മല്ലിപ്പൊടി. ഇത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി. ഓക്കെ. അത് ഗരം മസാല ആയിരുന്നല്ലോ. അല്ല, ഇത് മല്ലിപ്പൊടി. ആ അതാ ഗരം മസാല. ഇത് ഗരം മസാല. ഗരം മസാല. ഇത് ചിക്കൻ മസാല. ഇതെല്ലാം ഒരുമിച്ചാ? അത്തപ്പൂട്ടവരുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി വെള്ളം ഒഴിക്കണമല്ലോടാ. അയ്യോ, അതായത് മൂത്തു. വെളിച്ചെണ്ണ ഒഴി. മൂത്തു. വെളിച്ചെണ്ണ ഒഴിക്കടാ. കുറച്ചുകൂടെ ഒഴി. മതി മതി മതി. എന്താ സാധനം ഇട്ടാ? ചിക്കൻ. ഉപ്പ്. ഉപ്പിട്ടില്ല. ഉപ്പ് ലൈറ്റ് ഇട്ട്. നേരെ സോൾട്ട് ബേയാ. ഒരു ഉപ്പ് ഞാൻ പകരാറ്. ആ ഉപ്പ് പിന്നെ മണത്ത് നോക്കി അറിയാലോ. പ്രൊഫഷണൽസ് അങ്ങനെയാണ്. പ്രൊഫഷണൽ കറി ഇനി എങ്ങനെ ഇരിക്കും എൻ്റെ ഭർത്താവേ? ഡേ ചിക്കൻ റെഡി. ചിക്കൻ മറ്റേ ചിക്കൻ വരാം. കൈ കൂടെ നമുക്ക് തട്ടിയിടാ. യെസ്. ഇനി നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ഇറങ്ങിക്കോളും കേട്ടോ. ഒരു കാലേ ഉള്ളൂ. ആ അത് മേടിച്ചപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇതിന് ഒരു കാലേ ഉള്ളെന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്തിനു നിൽക്കുന്നു? നിന്റെ കാല് പിടിച്ചാൽ കടിക്കാൻ പറ്റൂല, തൊഴിക്കാനല്ലേ പറ്റുള്ളൂ. എന്റെ ശാന്തേ. അങ്ങനെ ചിക്കൻ ഇളകിക്കൊണ്ടിരിക്കുന്നു. മടിച്ചിട്ടാണ്. ആ ഒരു മിനിറ്റ്. നീ ഇതെന്ന് പഠിച്ച്. ഓക്കെ സെറ്റ്. ഗ്രേവി ലേശം വെള്ളം ഒഴിക്കാല്ലേ? ഏ നല്ല മുറ്റി ചിക്കനാ. ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ കറി വെച്ചാൽ കുറച്ച് ഒഴിക്കാല്ലേ? അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി മുക്കിട്ട് ചാറുണ്ടാവില്ല. പക്ഷെ ഇതിന് കുറച്ച് വെള്ളം ഇറങ്ങും. ഗ്രേവി കുറച്ച് വേണ്ടേ അല്ലേ? കുറച്ച് ലേശം വെള്ളമാവാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട്. ഗ്രേവി ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഉണ്ട്. എന്താ നല്ല പെരണ്ടിരിക്കുന്നല്ല? മതി. ചിക്കൻ പെരട്ടാണ് ഉദ്ദേശിച്ചത്. ചിക്കൻ പെരണ്ട പോലെ അല്ലേ? പെരട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു പീസ് എടുത്ത് മുമ്പ് ലൈവ് പോയപ്പോ നീ എടുത്ത് തിന്ന്. ചൂടുണ്ടോ? നല്ല ചൂടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത ചൂടില്ലായിരിക്കുമോ? നീ മുമ്പേ കഴിച്ചപ്പോ മാത്രം കഴുകി വെച്ചാ കുഴപ്പമില്ല. ഫുൾ പീസാ. അതെ അണ്ണാക്കത്തെ പുള്ളുള്ളി. അതിന് എവിടെ പീസ് എടുക്കാം. അതിനകത്തോട്ട് വെച്ചേ. അല്ല എന്നെ തെറ്റൊക്കെ അതുകൊണ്ട് തന്നെ കുത്തി ആ ഇത് കൊടുക്കാം. ചൂടില്ലടാ. കൊള്ളാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് എന്നല്ല പറയണേ, എന്നാലും നല്ലൊരു മാന്യമായിട്ടുള്ളൊരു കറി.
അതെ അവന് മാന്യന്മാര് വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ മാന്യമുള്ള കഥ വരുവാണ് അടിപൊളിയാണ്. വലിയ അവകാശവാദങ്ങളൊന്നും നമുക്കില്ല. ഒരു ചപ്പാത്തി കൂട്ടിട്ട് ക്ലഞ്ചം കഴിക്കാൻ പറ്റുന്ന ഒരു കറി. ക്ലഞ്ചം കഴിക്കുക. യെസ്, ഞങ്ങളുടെ ബ്ലോക്ക് ബസ്റ്റർ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞു. യെസ്, കണ്ടല്ലോ, ടേസ്റ്റും ചെയ്തു, സൂപ്പറാ. ചപ്പാത്തി മേടിക്കാനുള്ള ക്ഷമയില്ലായിരുന്നു, അതിന് മുമ്പ് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. നമുക്ക് പിന്നെ ചപ്പാത്തി കഴിക്കണം. നിർത്തിക്കണം. ചപ്പാത്തി നമ്മൾ നടന്നു പോവാ. ഇവിടെ നേരെ പോണാട്ടെ തോർന്ന് വിളിച്ചാൽ കട്ടായില്ലല്ലേ. നിലാവുള്ള രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണോ? നമ്മള് പോവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. പക്ഷെ ചില സാഹചര്യങ്ങളുടെ സാങ്കേതിക തകരാറുകൾ മൂലവും നമുക്കത് പോകാൻ പറ്റിയിട്ടില്ല. സാങ്കേതിക തകരാറുകൾ മറ്റൊന്നുമല്ല, നമ്മുടെ സമയം ഷെഡ്യൂള് തന്നെ. പിന്നെ മടിയും, നമ്മുടെ മടി എന്ന് പറഞ്ഞാൽ മടിയാണ് പ്രധാനമായിട്ടുള്ളത്. അല്ല, സ്ഥലം തന്നെ വേറെ ഒന്നുമില്ല, ജിമ്മാണ് കേട്ടോ. ജിമ്മ് നമ്മളൊക്കെ കാണുന്നുണ്ടോ എന്തോ? ചേട്ടാ ലൈറ്റ് ഒന്ന് അടിച്ച്. ചപ്പാത്തി കിട്ടി. ചപ്പാത്തി കിട്ടി. ഇനി ചെന്നിട്ട് ചിക്കൻ കറി കൂട്ടിട്ട് പിടിപിടിക്കണ്ടേടാ. പിന്നെ ആ ചിക്കൻ അവിടെ നിന്ന് നമ്മളെ മാടി വിളിക്കാം. അങ്ങനെ ഇനി ലേറ്റായ ചൂട്. ലെഗ് പീസ് അവൻ തന്നെ എടുത്ത് കൊള്ളാം. ഇത്തിരി ഗ്രേവി കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് എന്ത് കിട്ടോ? ലെഗ് പീസ് എന്തായാലും നീ എടുത്തില്ല, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. മറ്റേ ബോണാണോ ബോൺലെസ് ആണോ? ബോണുള്ളതാ നല്ലത്. ആണോ? നീ ഇത്ര മൊത്തം ബോൺലെസ് ആണല്ലോ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ. ഗ്രേവി എവിടെ നിന്നൊക്കെ തമ്മിപ്പറ കിട്ടേ. മതി ഗ്രേവി വേണം. വേണ്ട. ഈ മുളകൊക്കെ ഉണ്ടല്ലോ, മുളക് അങ്ങോട്ട് ഞെരുടി. രാവിലെ 6:20 ആൾ റെഡിയാണ്. നമുക്ക് അങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. അല്ലേ? പിന്നെ നമ്മള് ഉദ്ദേശിച്ചതിനെ വെളുപ്പി ഇല്ലേ? പിന്നെ ഉറപ്പായിട്ടും നമുക്ക് ബാക്കി അവർക്ക് കൊടുക്കാം. തയ്യാറുണ്ട് നമ്മുടെ അസോസിയേറ്റ്സ്, അസിസ്റ്റൻസ്. നാളെ ഇനി ബ്രേക്ക് പോകുന്നുണ്ടോ? അവര് ഞെട്ടണം. അതെ പിന്നെ ചെയ്യാം. അപ്പൊ വീഡിയോയുടെ അവസാനിക്കാനും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും. അതുവരേക്കും ബൈ 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 ഗുഡ് ബൈ. അല്ലേ സദാ പിന്നെ ശിവ